കഥ യുഗാന്ത്യം. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. ഇന്ദ്രപുരി എന്ന ഗ്രാമം. അവിടുത്തെ ഗ്രാമത്തലവൻ ജമീന്ദാർ ബൊപ്പണ്ണ. അയാൾക്ക് 7 സഹോദരങ്ങൾ. ബൊപ്പണ്ണയ്ക്ക് 6 മക്കൾ, 2 പെണ്ണും 4 ആണും. 7 സഹോദരങ്ങൾക്കും കൂടി 42 മക്കൾ, അധികവും ആൺമക്കൾ. എല്ലാവർക്കും 6 വീതം എന്ന് കരുതരുതേ, 9ഉം 3ഉം ഉള്ളവർ അക്കൂട്ടത്തിലുണ്ട്. ആർഭാട ജീവിതം നയിച്ച് ഗ്രാമീണരെ ഭരിച്ച് ബൊപ്പണ്ണയും കുടുംബവും കഴിഞ്ഞു. ഗ്രാമസഭ വിളിച്ചുകൂട്ടാനും പരിഹാരം നിർദ്ദേശിക്കാനും ബൊപ്പണ്ണ സമർത്ഥൻ തന്നെ. പക്ഷേ പ്രാവർത്തികമാക്കില്ല എന്നതാണ് സത്യം. ഗ്രാമത്തിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും പിടിച്ചുകൊണ്ടുപോയി കൊന്നു തള്ളിയും മതിച്ചു നടന്നു അവർ. കൊച്ചു പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പേടിയായി. ബൊപ്പണ്ണയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ തമ്പായോട് പറഞ്ഞാൽ എന്തെങ്കിലും പോംവഴി ഉണ്ടാകും എന്ന് കരുതി ചില സ്ത്രീകൾ രഹസ്യമായി അവരെ കണ്ടു. അവരുടെ കഥന കേട്ട തമ്പായ്ക്ക് സ്വയം നിന്ന് തോന്നി, താനും ഒരു പെണ്ണല്ലേ, ഇവരുടെ വേദന മാറേണ്ടതാണ്, മാറ്റും എന്നവർ ദേവി രുദ്രയുടെ മൂർത്തിക്ക് മുന്നിൽ ശപഥം ചെയ്തു. ജമീന്ദാർ കുടുംബത്തിലെ ആണുങ്ങളോട് പല്ലും നഖവും കൊണ്ട് പ്രതിഷേധിച്ചു എങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വസിക്കുന്ന പെൺസിംഹങ്ങൾ തമ്പാമാതായെ മുഖ്യസ്ഥാനത്ത് നിർത്തി ഒരു സംഘടന രൂപീകരിച്ചു. രഹസ്യയോഗവും നടത്തി. ഗ്രാമത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും ചെറിയ ചെറിയ കടലാസു തുണ്ടുകൾ കിട്ടിത്തുടങ്ങി. വായിക്കാൻ അറിയാവുന്നവർ വായിച്ചും അല്ലാത്തവർ മറ്റുള്ളവർ പറഞ്ഞത് കൊടുത്തും കാര്യങ്ങൾ ഗ്രഹിച്ചു. എല്ലാവരും ചേർന്നൊരു പരസ്യ പ്രതിഷേധമാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ തീരുമാനിച്ച ദിവസത്തിനു മുമ്പ് തമ്പാമാത ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പിന്നിൽ ജമീന്ദാറുടെ കൈ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പോലീസ് പോലും കേസെടുക്കാതെ എഴുതിത്തള്ളിയ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെണ്ണുങ്ങൾ അതോടെ അടങ്ങിയെന്നാണ് എല്ലാവരും കരുതിയത്. പുറകോട്ട് മാറുന്നത് ആയത്തിൽ മുന്നോട്ട് കുതിക്കാനാണെന്നവർ മറന്നു. ജമീന്ദാറുടെ 2ാമത്തെ മകൾ ചാന്ദിനി ഡൽഹിയിലെ പഠിത്തം അവസാനിപ്പിച്ച് നാട്ടിലെത്തി. അമ്മയുടെ ആത്മഹത്യ അവളെ തീരാ ദുഃഖത്തിലാഴ്ത്തി. മൂത്ത സഹോദരിയാണ് അവളോട് അക്കാര്യം പറഞ്ഞത്. അപ്പാ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന്. അച്ഛനോടുള്ള പ്രതിഷേധം എന്ന പോലെ അവൾ ഗ്രാമത്തിലെ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചു. എത്ര പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും വീട്ടിലേക്ക് മടങ്ങി വരാത്ത മകളെ ജമീന്ദാർ ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച് തൻ്റെ ദേഷ്യം തീർത്തു. ഇതുതന്നെ അവസരം. ഗ്രാമത്തിലെ 2 സ്ത്രീകൾ ചാന്ദിനി ദേവിയെ രഹസ്യമായി കണ്ടു. തമ്പാമാതയുടെ പോരാട്ട ലക്ഷ്യത്തെക്കുറിച്ചും പറഞ്ഞു. ചാന്ദിനി ഓർത്തു, ഗ്രാമത്തിൽ അധികം പേരും നിരക്ഷരരാണ്, വിദ്യാഭ്യാസമുള്ളവർ ചുരുക്കം. ഇവരെ അണിനിരത്തി ഒരു തുറന്ന യുദ്ധം വിജയിക്കില്ല. ഒരു ഉപായം കണ്ടുപിടിച്ചേ മതിയാവൂ. ഒരു രാത്രി കഴിഞ്ഞ് പുലർന്നപ്പോൾ ഗൃഹനാഥന്മാർ ഭാര്യമാരെ കാണാനിഞ്ഞ് ഉറക്കെ വിളിച്ചു നടന്നു. മക്കളെയും കാണാനില്ല. പെട്ടെന്നവർക്ക് കാര്യം മനസ്സിലായി. ഗ്രാമത്തിൽ ഒരു സ്ത്രീയോ കുട്ടിയോ ഇല്ല. പോയവർ പോകട്ടെ, കുറെ കഴിയുമ്പോൾ തനിയെ തിരിച്ചു വന്നുകൊള്ളും എന്ന ജമീന്ദാറുടെ പ്രഖ്യാപനം തെറ്റി. ഇനി ജമീന്ദാറുടെ വാക്കുകൾ കേട്ടിരുന്നാൽ തങ്ങളുടെ ജീവിതം നശിക്കും എന്ന് തോന്നിയ പുരുഷന്മാർ ഓരോരുത്തരായി ഭാര്യമാരെ തിരക്കി ഗ്രാമം വിട്ടു. ഒടുവിൽ ജമീന്ദാരും സഹോദരന്മാരും മാത്രമായി. ഇത്ര ബന്ധവസായ വീട്ടിൽ നിന്നും സ്വന്തം ഭാര്യയും കുട്ടികളും പോയതിൽ ജമീന്ദാർക്കും സഹോദരങ്ങൾക്കും നാണക്കേട് തോന്നി. രാത്രിയിൽ കൂടെ കിടക്കാൻ പെണ്ണുടലില്ലാതെ വേശ്യാലയങ്ങളിൽ പോയവരിൽ പലരും എയ്ഡ്സ് രോഗികളായി. അതിൽ ചിലർ ആത്മഹത്യ ചെയ്തതോടെ കാര്യം ഗൗരവമായി. ജമീന്ദാർ തൻ്റെ 6 മക്കൾക്കും പുനർവിവാഹത്തിന് ശ്രമിച്ചു. അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പെണ്ണന്വേഷിച്ചു. പക്ഷേ ആരും താല്പര്യം കാണിച്ചില്ല. അവിടേക്കാണ് സുന്ദരിയായ ഒരു സ്ത്രീ കരിമ്പിൻ തോട്ടത്തിൽ നിൽക്കുന്നത് ജമീന്ദാറുടെ ഇളയ മകൻ മോത്തി കണ്ടത്. മീണ എന്നായിരുന്നു അവളുടെ പേര്. മോത്തി ആരും കാണാതെ മീണയെ സ്വന്തം മുറിയിൽ പൂട്ടിയിട്ടു. തൻ്റെ ഭാഗ്യമെന്നോർത്ത് അവന് തെറ്റി. മീണ തൻ്റെ ചേട്ടന്മാരെയും സുഖിപ്പിക്കുന്നുണ്ടെന്ന് വൈകാതെ അവൻ മനസ്സിലാക്കി. ഒരു ദിവസം മീണ പറഞ്ഞു, നിങ്ങളെക്കാളെല്ലാം സുഖം എനിക്ക് കിട്ടുന്നത് ജമീന്ദാറിൽ നിന്നാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി കഴിഞ്ഞവർ പിന്നെ ഒരിക്കലും അത് മറക്കില്ല. അടുത്ത ദിവസം ജമീന്ദാറുടെ ശവം ഗ്രാമക്കുളത്തിൽ പൊങ്ങി. ദുഃഖാചരണമെല്ലാം കഴിഞ്ഞ് മീണ ഒരു ദിവസം മോത്തിയോട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ശല്യം കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനോ എന്തിന് ദിനചര്യങ്ങൾക്ക് പോകാൻ പോലും പേടിയാണെന്ന്. അവനെ ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രോഷത്തോടെ ഇറങ്ങിപ്പോയ മോത്തിയുടെ ശവം കാട്ടിൽ കുറുനരികൾ വലിച്ചിഴച്ചു. മീണ ഇതേ തന്ത്രം 3ാമൻ ബീബുവിനോടും പറഞ്ഞു. അവനും കാലപുരി പോകിയത് എല്ലാവരെയും ഭയപ്പെടുത്തി.
വീബുവിനെ കൊന്നത് നീയാണ്, അല്ല നീയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ദ്വന്ദ്വയുദ്ധം നടത്തി. മൂത്ത ജ്യേഷ്ഠൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞ് രണ്ടാമൻ താഴെ വീഴുമ്പോൾ അയാളുടെ ദേഹത്തേക്കു തന്നെ ഒന്നാമനും വീണു. അവൻ്റെ കഴുത്ത് മുറിഞ്ഞു താണിരുന്നു. രക്തം മുറ്റുന്ന കത്തിയുമായി മീണ ഉറക്കി ചിരിച്ചു, രുദ്രയെപ്പോലെ. അടുത്ത ദിവസം പോലീസ് മീണയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾക്ക് സൗരജീവിതം കൊടുത്ത തൃപ്തി ആ മുഖത്ത് കാണാമായിരുന്നു. മാത്രവുമല്ല, എന്തു വന്നാലും ജയിൽ ശിക്ഷയിൽ നിന്നും തന്നെ മോചിപ്പിക്കുമെന്ന ചാന്ദിനിയുടെ വാക്ക് അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഇതിനോടൊപ്പം ജമീന്ദാരുടെ സഹോദരന്മാരെല്ലാം മരിച്ചിരുന്നു. പുതുതലമുറ ഒരു പുതു ഗ്രാമപ്പിറവിക്കായി നാടുവിട്ടവരെ ഓരോരുത്തരെയായി ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാനുള്ള എല്ലാ ഉറപ്പും അവർ നൽകിയിരുന്നു. ഒരു കെട്ടയുഗം കഴിഞ്ഞ പ്രതീതിയായിരുന്നു ഗ്രാമീണർക്ക്. ശുഭം.